സമസ്തയിലെ ലീഗ് വിരുദ്ധർക്കെതിരെ സമാന്തര സംവിധാനവുമായി ലീഗ് അനുകൂല നേതാക്കൾ. പാണക്കാടിനെതിരെ വിമർശനങ്ങൾ നടത്തുന്നവർക്കെതിരെയും സുപ്രഭാതം പത്രത്തിൽ സമസ്ത നിലപാടുകൾക്ക് വിരുദ്ധമായി ലേഖനങ്ങൾ എഴുതുകയും ചെയ്യുന്നവർക്കെതിരെ നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ഉമർ ഫൈസിയെ കേന്ദ്ര മുഷാവറയിൽ നിന്ന് പുറത്താക്കണമെന്ന പ്രമേയവും പാസാക്കി. സുപ്രഭാതത്തിൽ നിലപാടിന് വിരുദ്ധമായി ലേഖനങ്ങൾ എഴുതുന്നവരെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന സമസ്ത ആദർശ സുരക്ഷാ സമ്മേളനത്തിലാണ് പ്രമേയം പാസാക്കിയത്. SYS നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ, സമസ്ത നേതാക്കളായ മുഹമ്മദ് ഫൈസി ഓണംപള്ളി, മൊയ്തീൻ ഫൈസി പുത്തനയി എന്നിവർ നേതൃത്വം നൽകിയതായിരുന്നു സമ്മേളനം. സമസ്തക്കാരല്ലാത്തവർ മുസ്ലിം ലീഗിലുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം ലീഗുകാരല്ലാത്തവർ സമസ്തയിലുമുണ്ട്. പക്ഷെ ഭൂരിപക്ഷം ഒരു വിഭാഗമായതുകൊണ്ട് രണ്ടു കൂട്ടരും ഒരു പരിഗണനാ മനോഭാവവും സഹകരണ മനോഭാവവും പണ്ട് മുതലേ തുടർന്നു വരുന്നുണ്ട്. അത് തകർക്കാനുള്ള ശ്രമം ഈയിടെയായി നമ്മുടെ ചില സ്റ്റേജുകളിൽ നിന്നും അതുപോലെ തന്നെ ചില എഴുത്തുകളിൽ നിന്നുമൊക്കെ വന്നിട്ടുണ്ട്. ആ ചർച്ച താഴെത്തട്ടിലെ ജനങ്ങളെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് പോയാൽ മഹല്ലുകൾ നഷ്ടപ്പെടും, മദ്രസകൾ നഷ്ടപ്പെടും, സമത്വയുടെ കരുത്ത് ചോർന്നു പോകും എന്ന കാര്യം ഉറപ്പാണ്. അത് തടഞ്ഞു നിർത്തി 89-ൽ നമ്മൾ എങ്ങനെ ഇതൊക്കെ പ്രതിരോധിച്ചോ അതേപോലെ എല്ലാ സ്ഥാപനങ്ങളും സമത്വയുടെ കീഴിൽ തന്നെ നിർത്തുവാനും അണികളെ സമത്വക്കൊപ്പം തന്നെ നിർത്തുവാനുമുള്ള ശ്രമകരമായ ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.